കൊടുങ്ങല്ലൂർ ചാപ്റ്ററിൻ്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള റഹീം റെയിംസ് ചിത്രകാരനാണ്, ഷോർട്ട് ഫിലിം മേക്കറാണ്. അങ്ങനെ വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഡിസൈനർ കൂടിയാണ്. അതോടൊപ്പം നമ്മുടെ മുഖ്യ അതിഥിയായിട്ട് മുഖ്യ പ്രഭാഷണം നടത്താൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ശ്രീ നന്ദകുമാർ തോട്ടത്തിൽ. അദ്ദേഹം ലോകപ്രശസ്തനായ 2 ആർട്ടിസ്റ്റുകളാണ് കൊടുങ്ങല്ലൂരിന് കേരളത്തിന് സമ്മാനിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 2 പേരിൽ ഒരാൾ നാരായണൻകുട്ടി മേനോനാണ്. നാരായണൻകുട്ടി മേനോൻ്റെ മകനാണ് അദ്ദേഹം. കൈരളി ടെലിവിഷൻ്റെ ചീഫ് ക്യാമറമാൻ ആയിരുന്നു. ഖത്തർ ടെലിവിഷൻ്റെ ക്യാമറ ടീമിൽ അംഗമായിരുന്നു. അതുപോലെ ബാല്യകാല സഖി എന്ന മമ്മൂട്ടി ചിത്രത്തിൻ്റെ ക്യാമറ ടീമിൽ അംഗമായിരുന്നു. ചിത്രകാരനാണ്, സാംസ്കാരിക പ്രവർത്തകനാണ്, നമ്മുടെ കൊടുങ്ങല്ലൂർ സ്വദേശിയാണ്. വളരെ ഏറെ സ്നേഹത്തോടെ സന്തോഷത്തോടെ അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രോഗ്രാമിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി സജ്ജത്തിൽ മുഖ്യമന്ത്രികളെ ക്ഷണിക്കുന്നു. ഹലോ, നമുക്ക് പ്രോഗ്രാമിലേക്ക് നേരിട്ട് കിടക്കാം. ഇപ്പോൾ സാറിൻ്റെ ഒരു ലഘു അവതരണമാണ്. അതോടൊപ്പം തന്നെ നമുക്ക് സദസ്സിൽ നിന്നും അദ്ദേഹത്തോട് ചോദിക്കാം. അദ്ദേഹത്തെ പോലെ വിലപ്പെട്ട ഒരു അതിഥിയെ നമുക്ക് ലഭിക്കുമ്പോൾ ചിത്രകലയെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത ഒരു സമൂഹമാണ് നമ്മളിപ്പോഴും തനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ സംഗീതം, അല്ലെങ്കിൽ സാഹിത്യം, അല്ലെങ്കിൽ സിനിമ എന്ന മാത്രമായിട്ടാണ് നിൽക്കുന്നത്. ചിത്രകലയുടെ സാധ്യതകളെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയേണ്ടതുണ്ട്. അത് അറിയിക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മുടെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ഇവിടെ പാനൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാനൽ സെഷൻ അല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ലഘു അവതരണം, അതോടൊപ്പം തന്നെ അദ്ദേഹത്തോട് നമുക്ക് നൂതനവും നവീനവുമായ ഭാവുകത്വങ്ങളെക്കുറിച്ച്, ചിത്രകലയുടെ പഴയ ഭാവുകത്വത്തെക്കുറിച്ചും ചിത്രകലയുടെ പുതിയ ഭാവുകത്വത്തിനും വ്യത്യസ്തമായ ചിത്രകലയുടെ രൂപങ്ങളെക്കുറിച്ചും ഒരു ലഘു അവതരണമാണ് അദ്ദേഹത്തിന് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തെ സാധാരണ ചെയ്യുന്നു. Bluetooth mode. സദസ്സിലും വേദിയിലും ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ എളിയ നമസ്കാരം. റഷീദ് സൂഫ എൻ്റെ അയൽക്കാരനും സുഹൃത്തും കൂടിയാണ്. അപ്പൊ റഷീദ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കൊന്നര 1.5 മാസം മുമ്പാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്നുള്ളത്. അപ്പൊ റഷീദ് എന്ത് പറഞ്ഞാലും ഞാൻ വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കാറുണ്ട്. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന വിഷയം നിറങ്ങളിലെ രാഷ്ട്രീയം എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ചിത്രകലയും അതിൽ വരുന്നുണ്ട് ഒരു ഭാഗം തന്നെയായിട്ട്. ചിത്രകല അധ്യാപകനും അല്ലെങ്കിൽ വളരെ ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുള്ള ആളുടെ മകനുമായതുകൊണ്ട് ബാല്യം മുതൽ തന്നെ ചിത്രങ്ങൾ വരയ്ക്കുന്നതും അതിനുശേഷമുള്ള അതിൻ്റെ നിറവൈവിധ്യങ്ങളോടെയുള്ള പൂർത്തീകരണവും ഒരുപാട് കണ്ടിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത്, നമ്മൾ എത്ര ധന്യരാണെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ ലോകത്തില് നമുക്ക് ജീവിക്കാൻ കഴിയുന്നത് തന്നെ കാഴ്ചശക്തിയാണ് ഏറ്റവും പ്രധാനം. സത്യം പറയുമ്പോൾ എനിക്ക് ഇവരുടെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഒരുപാട് ഞാൻ വിഷമിച്ചിട്ടുണ്ട്. നമ്മൾ എത്രത്തോളം മനോഹരമായ കാഴ്ചകളാണ് മുന്നിൽ നിത്യേന എന്നോണം കണ്ടുകൊണ്ടിരിക്കുന്ന ബാല്യം മുതൽ ജീവിതാവസാനം വരെ.
ഞാൻ ഈ ഇടയ്ക്ക് സത്യം ഒരു ആത്മഹത്യാ പ്രേരണയോടുകൂടി ചില ആളുകൾ ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരവസരം ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടാവും. അപ്പൊ അവരോട് പറയാനുണ്ടായിരുന്ന ഒരു 1-2 കാര്യങ്ങളുണ്ടായിരുന്നു. ഈ നിറങ്ങള് ലോകത്തിലെ മനോഹരമായ കാഴ്ചകൾ കാണുമ്പോഴും എന്തുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ചിന്താഗതി വന്നു എന്നുള്ളത് ഭയങ്കര അത്ഭുതമായിട്ട് ഞാൻ അവരോട് പറയും. പരസ്പരം ഇങ്ങനെ സംസാരിച്ചിട്ട് പിന്നെ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറാനുള്ള ഒരു പ്രേരണയോടുകൂടി തന്നെ നമുക്ക് അതിനെ കാണാൻ പലപ്പോഴും എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ ഈ ഇടയ്ക്ക് സുഗതൻ എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം ഏകദേശം ഒരു 50ഓളം ചിത്രങ്ങൾ വരച്ചിട്ട് വലിയ വലിയ ക്യാൻവാസിൽ തൃശ്ശൂർ ഫൈൻ ആർട്സ് കോളേജിൽ പഠിച്ചതിന് ശേഷം അദ്ദേഹം അധികം പ്രകൃതിയൊന്നുമില്ലാത്തൊരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ ഒരു ആത്മാവിഷ്കാരം എന്നുള്ള നിലയ്ക്ക് ചിന്തകളാണല്ലോ ഉദ്ദീപിപ്പിക്കുന്നത്. നമുക്ക് പലതരത്തിലുള്ള ചിന്തകളുണ്ടാവും. മനുഷ്യരെ പിറന്നതുകൊണ്ട് നമുക്ക് ചിന്തകളില്ല എന്ന് പറയുമ്പോൾ ഒരുപാട് ചിന്തകളുണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മുടെ വർണ്ണവിസ്മയ അല്ലെങ്കിൽ നമുക്ക് പ്രതികരിക്കാനോ അല്ലെങ്കിൽ അതൊരു മാധ്യമത്തിലൂടെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരുമ്പോഴാണ് അത് പുറം ലോകം പറയുന്നത്. ഇപ്പൊ ഇവിടെ എന്റെ മുമ്പിലിരിക്കുന്ന പ്രശസ്തനായ ആദം അയ്യൂബ് എത്രയോ സീരിയലുകൾ നമ്മുടെ മുമ്പിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. ഞാനും തിരുവനന്തപുരത്ത് ഒരു 5-8 വർഷം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് സീരിയലുകൾ ചെറിയ തോതിലെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനെ വളരെ വലിയൊരു കലാകാരനായിട്ട് ഞാൻ പലപ്പോഴും അല്ലെങ്കിൽ ആ ഒരു അദ്ദേഹത്തിന് ആ ഒരു ഇത് കൺട്രോൾ ചെയ്യാന്ന് പറയുമ്പോൾ ഒരു വലിയൊരു ക്യാൻവാസിൽ നമുക്ക് എല്ലാം വിഷ്വലൈസ് ചെയ്യാന്ന് പറയുമ്പോൾ ഭയങ്കര ഇതാണ്. ഒരു ചിത്രകല പോലെയല്ല, എല്ലാ വിഭാഗങ്ങളും അഭിനയമായാലും ശരി, അതിന്റെ സൗണ്ട്, ക്യാമറ, സംവിധാനം, എഡിറ്റിങ്, അതുപോലെ തന്നെ അതിന്റെ മിക്സിങ്, അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ക്യാൻവാസിൽ കൊണ്ടുവരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരുപാട് ടെൻഷൻ, ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ കടന്നു പോകുന്നുണ്ട്. അത് നമ്മള് സമ്മതിക്കാൻ നമ്മളെ ഇടയിൽ നമ്മുടെ മനുഷ്യ സമൂഹത്തിലേക്ക് അത് നമ്മൾ ദൃശ്യാവിഷ്കാരത്തിലൂടെ കാണുമ്പോഴാണ് അത് കാണുമ്പോൾ നമ്മളത് ആ വിഷ്വൽസ് നമ്മളിലൂടെ കയറി നമുക്ക് ആ കഥ തീർച്ചയായിട്ടും നമ്മളിലൂടെ കയറി ഇറങ്ങുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. പക്ഷെ അതിന്റെ പുറകിലുള്ള ഒരു ദൗത്യം അല്ലെങ്കിൽ അതിന്റെ പുറകിലുള്ള സാങ്കേതികത്വത്തെ കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. നമ്മുടെ ബാല്യം മുതൽ നമ്മുടെ ജീവിതകാല അവസാനം ബാല്യത്തില് ഒന്ന് ആലോചിച്ച് നോക്കും. ഈ മഴവില്ലിന്റെ കളറുകൾ എത്ര ഈ മനോഹരമാണോ ശരിക്കും. ഈ മഴവില്ല് നമുക്ക് ചുറ്റും കാണുന്ന ഈ പച്ചപ്പ്, അതുപോലെ തന്നെ പ്രകൃതിയിലുള്ള പലതരത്തിലുള്ള മാറ്റങ്ങൾ, സമയത്തുള്ള സൂര്യന്റെ ചുവപ്പും ഗോൾഡൻ കളറുകൾ, അല്ലെങ്കിൽ വർണ്ണ വ്യതിയാനങ്ങൾ, ഒരുപാട് വർണ്ണങ്ങൾ അങ്ങനെ മിക്സ് ചെയ്യാൻ കഴിഞ്ഞാൽ എത്ര വലിയ വലിയ ക്യാൻവാസാണ് ഈ ആകാശം തന്നെയുള്ളത്. നീലനിറം മാത്രമല്ല ആകാശം. അതുപോലെ തന്നെ ഈ സമുദ്രത്തിലാണെങ്കിൽ അതിന്റെ ആഴങ്ങളിലേക്ക് എത്തും തോറും എത്രയോ ജീവജാലങ്ങൾ, അവിടെയും പല നിറങ്ങളുണ്ടാവും. പ്രകൃതിയിലെ എല്ലാ പക്ഷികൾ മൃഗാദികൾക്കായാലും എല്ലാ സസ്യലതാദികൾക്കായാലും ശരി എത്രയോ മനോഹരമായ വർണ്ണങ്ങളാണ്. ഇതിനൊക്കെ സയൻസ് ഉണ്ട് കേട്ടോ. അതിന്റെ പുറകിൽ തിയറി ഓഫ് ലൈറ്റാണ്, പ്രകാശമാണ് ഇതിന്റെ എല്ലാത്തിൻ്റെയും ആധാരം. നമുക്ക് ഒരു ലൈറ്റിന് പ്രത്യേകിച്ച് കളറില്ല, പക്ഷെ അത് ലൈറ്റ് ഒരു പ്രതലത്തിൽ തട്ടി പ്രതിഫലിപ്പിക്കുമ്പോഴാണ് അതിന്റെ ഈ നിങ്ങളിപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പൊ ചുവന്ന കളറാണെന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പൊ നമുക്ക് ഈ ലൈറ്റിന്റെ പ്രധാനമായിട്ട് റെഡ്, ഗ്രീൻ, ബ്ലൂ എന്നുള്ള കളറുകളാണ്. ആ ഗ്രീൻ
റിഫ്ലക്റ്റ് ചെയ്യുകയും മറ്റുള്ള കളർ അബ്സോർബ് ചെയ്യുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഒരു കളർ ഇങ്ങനെ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്ത് നമുക്ക് കാണുന്നത്. ഇപ്പൊ ചുവന്ന പൂവായാലും ശരിയല്ല, അങ്ങനെയൊക്കെ തന്നെ. എത്രയോ തുമ്പികൾ നമുക്ക് ചെറിയ കുട്ടികൾക്ക് കൗതുകത്തോടുകൂടി നമ്മൾ എത്രയോ പുഷ്പങ്ങളായാലും തുമ്പികളായാലും കിളികളോടും പക്ഷികളും മറ്റുള്ള മൃഗാദികളോടും അവരുടെ മനസ്സിൽ എത്രത്തോളം കൗതുകമായിരിക്കും ശരിക്കും ആ വർണ്ണങ്ങൾ കാണുമ്പോൾ തന്നെ. മനുഷ്യർക്കും ഉണ്ടാകും. അവര് പ്രായം ചെല്ലുന്തോറും ഈ കളറിന്റെ വ്യതിയാനങ്ങൾക്കും വ്യത്യാസങ്ങളുണ്ടാവും. നിറങ്ങൾ അവനവന്റെ നിറങ്ങളിലേക്ക് ചിലപ്പോ കയറി ചെല്ലാം. എന്തുകൊണ്ട്? വർണ്ണ വ്യത്യാസങ്ങൾ, മനുഷ്യ സമൂഹത്തിൽ തന്നെയുള്ള വർണ്ണ വിവേചനങ്ങൾ, അതും ഒരു വർണ്ണം തന്നെയാണ്. കറുപ്പും വെളുപ്പും എല്ലാം. എന്തുകൊണ്ട് എനിക്ക് വെളുപ്പ് നിറം വന്നു അല്ലെങ്കിൽ കറുപ്പ് നിറം വന്നു, അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു അവസരം അവിടെ എപ്പോഴോ ഇങ്ങനെ അവനെ പ്രേരിപ്പിക്കാറുണ്ട്. ഇരുനിറക്കാരുണ്ടാവും, നല്ല കറുപ്പുള്ളവരുണ്ടാവും. എന്തുകൊണ്ട് ഈ പ്രതിഭാസം ഈ സമൂഹത്തിലെല്ലാം ഒന്നായിട്ട് മാറിക്കൂടെ? മറ്റേ ജീവജാലം ഇപ്പൊ കിളികളോ അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ ഇപ്പൊ നമുക്കൊരു സിംഹമോ ഒരു പുലിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഓരോ ടൈപ്പാണ് എവിടെ ചെന്നാലും. പക്ഷെ മനുഷ്യർക്ക് മാത്രം എന്താണ് ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സ്. അപ്പൊ എല്ലാത്തിലും, എല്ലാ പ്രകൃതത്തിലായാലും ശരി, രൂപത്തിലായാലും ഭാവത്തിലായാലും വ്യതിയാനങ്ങളുണ്ട്, വൈരുദ്ധ്യാത്മികതയാണ്. അപ്പോ ഈ കുറെ കഴിയുമ്പോ അവന് നിറങ്ങൾ വേറെ തരത്തിലേക്ക് അവന്റെ ചിന്തകൾ ഇങ്ങനെ കടന്നു പോവുക. അവൻ ജീവിക്കുന്ന സമൂഹത്തിൽ തന്നെ ഉണ്ടാവുന്ന വളരെ സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും പ്രതീകമാകുന്ന നിറങ്ങൾ ഒരു നിമിഷം പെട്ടെന്ന് വേറൊരു തലത്തിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവനെ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ കഴിയും. ഇത് ഇന്ന നിറം, ഇന്നതാണ്, ഇത് ഇന്ന ജാതിക്കാർ, അല്ലെങ്കിൽ ഇന്ന മതക്കാർ, അല്ലെങ്കിൽ ഇന്ന വിപ്ലവ പാർട്ടികൾ, അത് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് രാഷ്ട്രീയക്കാരുടെ കൊടികളും അല്ലെങ്കിൽ ഇന്ന മതവിഭാഗക്കാരുടെ കളറുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു വർണ്ണ വിവേചനം തന്നെ സൃഷ്ടിക്കുകയാണ്. ഭയങ്കര അത്ഭുതം തോന്നുന്നു. നമുക്ക് ഈ പറഞ്ഞ മനുഷ്യ ശരീരത്തിൽ കളറ് ഈ പറഞ്ഞ ഈ ത്വക്കിന് മാത്രമേ, നമ്മള് തൊലികൾക്കും തൊലിപ്പുറത്ത് മാത്രമേ ഈ കളർ വ്യത്യാസമുള്ളൂ. പക്ഷെ ഉള്ളില് എല്ലാം ഒന്ന് തന്നെയാണ്, എല്ലാവർക്കും ഒരേപോലെ. രക്തം, നമ്മുടെ ബ്ലഡ് നീലരക്തമൊന്നുമില്ല, ബ്ലഡ് ഒക്കെ ചുവന്ന രക്തം തന്നെയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒന്നിന്റെ ഭാഗം എന്ന് ആലോചിച്ചാൽ മാത്രം നമുക്ക് വളരെ ശാന്തരായിട്ട് ജീവിക്കാൻ സാധിക്കും. ഈ ദുനിയാവ് അല്ലെങ്കിൽ ഈ ലോകം മൊത്തം നമ്മുടെ സാർക്ക് സ്വന്തമല്ലല്ലോ, എല്ലാവർക്കും ജീവിക്കണം, എല്ലാവർക്കും സ്വാതന്ത്ര്യം വേണം. അപ്പൊ ഈ പറഞ്ഞ എല്ലാം ഒന്നിന്റെ ഭാഗം, ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് മാറ്റേഴ്സ്. അപ്പൊ അതില് ഞാനൊരു ഈ വിവേകാനന്ദ സാഹിത്യത്തിലെ ഒരു രാജയോഗ എന്നുള്ളൊരു പുസ്തകം വായിച്ചിട്ടുണ്ട്. അതില് ഗോഡ് എന്നുള്ളൊരു കൺസെപ്റ്റില് ഗോഡ് ഈസ് നത്തിങ് ബട്ട് ദ ഹോൾ ഓഫ് ദ യൂണിവേഴ്സ്, അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന പോലെ തന്നെ. അപ്പൊ അതില് ഈ ജീവിക്കുന്ന ഈ നമ്മളൊരു ചെറിയൊരു സ്ഥലത്താണ് ജീവിക്കുന്നത്. ഇപ്പൊ ലോകം എന്ന് പറയുന്ന ഒരു ഗ്രഹം, ഭൂമി. എന്തുകൊണ്ട് അനേകം ഭൂമികൾ ഇവിടെ ഉണ്ടായിക്കൂടാ? ഇറ്റ് ഈസ് ഇൻഫിനിറ്റ്. ഗോഡ് ഈസ് ഇൻഫിനിറ്റ്. അപ്പൊ അത് ഈ ഗാലക്സികൾ, ഈ പറഞ്ഞ മിൽക്കി വേ എന്ന് പറയുന്ന ആകാശഗംഗ മാത്രം അല്ല ഈ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. വേറെയും ഒരുപാട് സൗരയൂഥങ്ങളുണ്ട്. അവിടെയും ജീവനുള്ള ഗ്രഹങ്ങളുണ്ടായിരുന്നു. അവിടെയും ഭൂമി വേറെ തരത്തിലുള്ള ഭൂമികളുണ്ടാവും, അവിടെയും ജീവജാലങ്ങളുണ്ടാവും. അപ്പൊ ഒന്ന് ആലോചിച്ചു നോക്കും. ചിലപ്പോ ആഫ്റ്റർ ഡെത്ത് മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ തന്നെ ചിലപ്പോ ഈ എനർജി ക്യാൻ നെവർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്, ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു അനദർ. അതായത് ഒന്നും ഈ ഒരു കൈനറ്റിക് എനർജി ആയാലും പൊട്ടൻഷ്യൽ എനർജി ആയാലും ശരി, ആ എനർജി ഉണ്ടാവുന്നത്
അത് നശിപ്പിക്കാൻ പറ്റില്ല. അതിന് വേറെ ഒന്നായിട്ട് ഒരു ഫോമായിട്ട് മാറുന്നുള്ളൂ. നമ്മൾ നമ്മുടെ ദേഹം ഉപേക്ഷിക്കുന്നു, നമ്മൾ പറയും നമ്മൾ അള്ളാഹുവിലേക്ക് നമ്മൾ സ്വീകരിക്കുന്നു. അതേപോലെ തന്നെ ഇപ്പൊ വേദം തന്നെ ശരി, ആ ചിലപ്പോ ഇത് സൈക്കിളാണ്, ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അതില് ഈ നിറവ്യത്യാസങ്ങൾക്ക് ഒരു പ്രാധാന്യം ഉണ്ടോ? അതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ചിത്രകലയിൽ ഒരുപാട്, ഇപ്പൊ തന്നെ പുറകിൽ ഒരുപാട് നല്ല ചിത്രങ്ങളുണ്ട്. ആ ചിത്രങ്ങള് ഈ വരയ്ക്കുന്ന ആളുകളുടെ മനസ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവന്റെ ചിന്തകളുടെ ആഴം അനുസരിച്ചിരിക്കും അവൻ വരയ്ക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന കളേഴ്സ് പോലും. ചിലർ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടൊക്കെ കളേഴ്സ് ഉപയോഗിക്കാറുണ്ട്, ചിലർ വളരെ സബ്ഡ്യൂഡായിട്ട് വളരെ ചെറിയ കളേഴ്സ്, മറ്റേ വളരെ ലൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ തീവ്രത സൃഷ്ടിക്കുന്ന ഒരു രീതികളുണ്ട്, എന്നാൽ മൈൽഡായിട്ട് വളരെ ശാന്തമായിട്ടുള്ള രീതിയിലുള്ള സമ്മതിക്കാവുന്ന രീതിയിലുള്ള ചിത്രങ്ങളും വരയ്ക്കാറുണ്ട്. ഇപ്പൊ കുട്ടികളാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് എപ്പോഴും വരയ്ക്കുന്നത് അവര് വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള നല്ല കളേഴ്സ് വെച്ചിട്ടാക്കി ശരിക്കും ഉപയോഗിക്കും. കുറെ കൂടി കഴിയുമ്പോൾ പ്രകൃതിയിലുള്ള എല്ലാം നമ്മൾ ഒബ്സർവ് ചെയ്യാം, നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മളെല്ലാം നമ്മുടെ മുമ്പിലിരിക്കുന്ന എല്ലാ മനുഷ്യരുടെയും, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് കണ്ണത് കാഴ്ച എന്നൊക്കെ പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന വലിയൊരു അനുഗ്രഹം തന്നെയാണ്. അപ്പൊ നമ്മൾ കാണുന്ന പലതിന് നമ്മൾ അതേപടി പകർത്തുകയല്ല, കുറച്ചും കൂടി വേറെ തരത്തിലേക്ക് നമ്മുടെ ഇമാജിനേഷനിലൂടെ പുറത്തേക്ക് കൊണ്ടുവരാണ് ചെയ്യുന്നത്. അപ്പൊ അത് നമ്മുടെ മനസ്സിൽ ചിന്തിപ്പിക്കുന്ന സംഭവങ്ങൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ അതിന്റെ ചിലപ്പോൾ ചില റിയലിസം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മാറ്റങ്ങൾ വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ അതിനെ മുമ്പോട്ട് വരയ്ക്കുകയോ അല്ലെങ്കിൽ എഴുതുകയോ സിനിമയിലൂടെയോ ഒക്കെ അവതരിപ്പിക്കുന്നത്. ഇപ്പൊ അതും ഇതൊക്കെ അറിയാൻ പറ്റും. ഇപ്പൊ സിനിമയിൽ തന്നെ ഈ ലൈറ്റ് പലതരത്തിലും ഉപയോഗിക്കും. അത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് പെയിന്റിംഗ് ആണ്. ഇപ്പൊ സിനിമ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചിത്രങ്ങൾ വരയ്ക്കൽ മാത്രമല്ല, ഇപ്പൊ സിനിമ തന്നെ ഉപയോഗിക്കുന്ന നിങ്ങൾ നോക്കിക്കോളൂ. അപ്പൊ നിങ്ങൾ ആ കഥയിൽ മാത്രം മുഴുകിക്കൊണ്ടിരിക്കും, പക്ഷെ അതിന് ഉപയോഗിക്കുന്ന സാങ്കേതികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതില് ഇപ്പൊ ക്യാമറയുടെ ലൈറ്റ്, ഇപ്പൊ പൊസിഷൻസോ അല്ലെങ്കിൽ അതിന്റെ ആംഗിളോ ലെൻസോ അതിന്റെ മൂവ്മെന്റോ ഇത് കൂടാണ്ട് ലൈറ്റ് ഉപയോഗിക്കുന്ന ഒരു രീതികളുണ്ട്. വാം കളർ, കൂൾ കളർ എന്നൊക്കെ പറഞ്ഞ രീതികളുണ്ട്. ഈ വാം എന്ന് പറയുന്ന തീവ്രതയാണ്, അതുകൊണ്ട് കൂൾ കളേഴ്സ് എന്ന് പറയുന്നത് വളരെ ശാന്തമായിട്ടുള്ള സംഭവങ്ങളാണ്. ഇങ്ങനെ കുറെ സംഭവങ്ങൾ ഉപയോഗിക്കുന്ന വളരെ ആർട്ടിസ്റ്റിക് ആയുള്ള ചില ചിത്രങ്ങളുണ്ട്. ഇപ്പൊ വേൾഡ് ക്ലാസിക് സിനിമകൾ ഇന്ത്യയിലും ഉണ്ടാകും അങ്ങനത്തെ സംഭവങ്ങൾ. അപ്പൊ അതിൽ ഈ നിറങ്ങള് ഉപയോഗിച്ചിട്ടുള്ള സിനിമകളുണ്ട്. ഈ കോസ്റ്റ്യൂം ഉപയോഗിക്കുന്ന കർട്ടൻ, ഉപയോഗിക്കുന്ന ഈ പ്രോപ്പർട്ടീസ്, ഇപ്പൊ നമ്മളൊരു റൂമിലോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്തോ, അപ്പൊ ആ കഥയ്ക്കനുസരിച്ചിട്ടുള്ള രീതികളിലായിരിക്കും നിറങ്ങളുടെ ഒരു ക്യാരക്ടേഴ്സ്. ഇപ്പൊ അതിലഭിനയിക്കുന്നവരുടെ കോസ്റ്റ്യൂം, ഡ്രസ്സ് പോലെ അങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ചുമരിലെ കളറുകൾ, ചിലപ്പോൾ അങ്ങനത്തെ ഒരു ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഉപയോഗിക്കുന്ന ഈ മഞ്ഞുകാലം അല്ലെങ്കിൽ നമ്മള് വളരെ വലിയ വേനൽക്കാലം, ഇതെല്ലാം അതിന് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള കളേഴ്സ് എങ്ങനെ സൃഷ്ടിക്കാൻ പറ്റും. ഒരാളുടെ ക്യാരക്ടർ, ഒരാളുടെ മനസ്സ് എങ്ങനെയാണ് ആ കഥാപാത്രം നമ്മൾ അവതരിപ്പിക്കുന്നത്, പ്രതിഫലിപ്പിക്കുന്നത്, അതിനൊക്കെ ഏത് തരത്തിലുള്ള കോസ്റ്റ്യൂം ആയിരിക്കണം, ഏത് തരത്തിലുള്ള കളേഴ്സിന്റെ ലൈറ്റ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പെയിന്റിംഗ് വിത്ത് ലൈറ്റ് എന്നുള്ള സംഭവം തന്നെയാണ്. എല്ലാം ഇപ്പൊ നമ്മൾ കാണുന്നത് കുറെ ലൈറ്റ് നേരിട്ട് വെച്ച് അവരോടൊക്കെ കത്തിച്ചു വെച്ചിട്ടുള്ള സംഭവങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു 3 ഡയമെൻഷണൽ ലുക്ക് ഒന്നും ഉണ്ടാവില്ല. അതിനൊരു ആർട്ടിസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള രീതികളായിരിക്കും നമ്മൾ കാണേണ്ടത്. ഇപ്പൊ ചിത്രകലയില് തന്നെ ഒരുപാട് ഇപ്പൊ സിനിമയിലായാലും ചിത്രകലയിൽ കൂടെ തന്നെയാണ് മറ്റേ ഈ പറഞ്ഞ ഫോട്ടോഗ്രാഫി വന്നതും ഫോട്ടോഗ്രാഫിയിൽ തന്നെയാണ് സിനിമ വന്നതും. അപ്പോ ഈ ചിത്രകലയിലെ കോമ്പോസിഷൻസ് ആയാലും സംഭവങ്ങളായാലും അതിനൊരു ആർക്കിടെക്ചർ ഫോംസ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. ഈ സംഭവത്തിലെ നമുക്ക്
ഈ പഴയ കാലത്തെ രീതികളും ആധുനിക രീതികളും തമ്മിലുള്ള ഒരുപാട് മാറ്റങ്ങളുണ്ട്, ഒരുപാട് വ്യതിയാനങ്ങൾ. നമ്മൾ പഴമ എങ്ങനെ സൃഷ്ടിക്കാം, അല്ലെങ്കിൽ പുതുമ എങ്ങനെ, പുതുമയിലേക്ക് റിയലിസം, നിയോ റിയലിസം, റിയലിസം എന്നൊക്കെ പറഞ്ഞ കുറേ ഇസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ വരയ്ക്കലിലും എഴുതലിലും എഴുത്തുകാരിലുണ്ട്. അതാണ് ഇപ്പൊ നേരത്തെ ഇപ്പൊ കവിത എനിക്ക് ചൊല്ലാൻ പറ്റില്ല, ഗദ്യരൂപത്തിൽ അവതരിപ്പിക്കാൻ, പക്ഷെ അതിനും അതിൻ്റെതായിട്ടുള്ള രീതിയുണ്ടാവും. അപ്പൊ ഈ ഈണത്തിലൂടെ നമുക്ക് പാടാൻ പറ്റും, അല്ലെങ്കിൽ അല്ലാതെയും ഗദ്യ കവിതകളും ഉണ്ടാവും. അപ്പൊ ഇതേപോലെ തന്നെ ചിത്രകലയിലും ഉണ്ടാവും. അപ്പോൾ മോഡേൺ സിനിമ അല്ലെങ്കിൽ മോഡേൺ ചിത്രകല എന്നൊക്കെ പറയുമ്പോൾ അത് ചിലപ്പോൾ അത് സമ്മതിക്കുന്ന രീതി, അതെങ്ങനെ നമ്മളെ സമൂഹത്തിൽ ഓരോരുത്തർ കാണുന്നത് എങ്ങനെയാണ്. ചിലപ്പോൾ അത് ഈ സൃഷ്ടികർത്താവിന് മാത്രമേ ചിലപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റുള്ളൂ. ചിലത് നമുക്ക് അല്ലാതെ അധികം വരച്ചതിന്റെ രീതികൾ പെട്ടെന്ന് നമുക്ക് കിട്ടും. ചിലത് റിയലിസം ആകുമ്പോൾ പെട്ടെന്ന് ഒന്നും ആരോടൊന്നും പറയാണ്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാത്തതുകൊണ്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കാണുന്നത് വളരെ ചെറിയ ചെറിയ അവരുടെ തോട്ടും കാര്യങ്ങൾ ചിന്താഗതികളൊക്കെ വളരെ ഇതായിരിക്കും. അപ്പോൾ പെട്ടെന്ന് ഒരു പൂക്കളായിരിക്കും, അല്ലെങ്കിൽ പക്ഷികളായിരിക്കും, അല്ലെങ്കിൽ ചെറിയ ചെറിയ അവരുടെ ഭാവയിൽ വരുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും വരയ്ക്കുക. പക്ഷെ കുറച്ചുകൂടി പ്രായം കൂടുന്തോറും ഇതിന്റെ വ്യത്യാസങ്ങൾ ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതില് ഈ ചിത്രകലയിലും ഉള്ള രീതികളിൽ നിന്ന് നമ്മുടെ മനസ്സിലേക്ക് വന്ന, അല്ലെങ്കിൽ ഈ നിറങ്ങൾ, ഈ നിറങ്ങൾ കാണിക്കുന്ന നമ്മുടെ ഈ ഭൂലോകത്തില്, അതിൽ നിന്ന് ഈ ഇപ്പോഴത്തെ ഈ പ്രസന്റ് സ്റ്റേറ്റ്, ഇപ്പോഴത്തെ അവസ്ഥയില് ഈ നിറങ്ങളെ കൊണ്ടുണ്ടാകുന്ന ദുരിതങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. സത്യമാണ്. അത് പലപ്പോഴും എനിക്ക് തോന്നുന്നു മനുഷ്യത്വരഹിതമായിട്ടുള്ള കഴിഞ്ഞാൽ മനുഷ്യൻ ശത്രുക്കളായിട്ട് മാറുന്ന രീതികൾ എന്തിനാണെന്നുള്ളത് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. കഴിഞ്ഞാൽ ഒരു ഇപ്പൊ മതത്തിന്റെ പേരിലായാലും ജാതിയുടെ പേരിലായാലും ഈ കളർ വലിയൊരു പ്രശ്നമാണ്. കൊടി അവന്റെ മനുഷ്യനായിട്ട് കണ്ടാൽ മതി. ഈ നിങ്ങൾ ചിന്തിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയമോ മതമോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റുള്ള ഐഡിയോളജിയോ എന്തുമാകട്ടെ അത് അക്സെപ്റ്റ് ചെയ്യുക. വേറെ ആള് ഇപ്പൊ നിങ്ങൾ ഒരു വിഭാഗത്തിന്റെ ആളാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനുഷ്യനായിട്ട് കണ്ടാൽ മതി. അദ്ദേഹത്തിന്റെ ഐഡിയോളജി മാത്രമേ വ്യത്യാസമുള്ളൂ, അദ്ദേഹത്തിന്റെ ചിന്താഗതികൾ മാത്രമേ വ്യത്യാസമുള്ളൂ. മനുഷ്യനല്ലാകുന്നില്ലല്ലോ, മനുഷ്യൻ തന്നെയാണ്. അപ്പൊ എന്തിനീ വിരോധം, ശത്രുത? ഇതിപ്പോ നമ്മൾ എന്ത് തന്നെയാലും നമ്മൾ ജീവിച്ച് അല്ലെങ്കിൽ മരിക്കും. അല്ലെങ്കിൽ ഈ സ്പാൻ, ഈ ഷോർട്ട് ലൈഫ് സ്പാനില് നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കും. അതൊരു നിയോഗം പോലെ ചെയ്തിരിക്കും, അല്ലേ? അദ്ദേഹത്തിന്റെ കർത്തവ്യങ്ങൾ, അദ്ദേഹത്തിന്റെ ജീവിതകാലം മുഴുവൻ നല്ല രീതിയിൽ കുറെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. അതേപോലെ ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി, അത് പറഞ്ഞേൽപ്പിച്ചിട്ടുള്ള ഡ്യൂട്ടികൾ നമ്മൾ ചെയ്തിരിക്കണം. അപ്പൊ അതിനിടയ്ക്ക് കാണുന്ന ഈ സ്പർദ്ധ എന്തിനാണ്? ഇപ്പൊ നേരത്തെ പറഞ്ഞു, പഴയ കാലത്തെ പറ്റി സംസാരിച്ചു. നമ്മൾ എത്ര മനോഹരമായിട്ട്, ഇപ്പൊ എൻ്റെ കുട്ടിക്കാലത്ത് ഒരേ ബെഞ്ചില് എല്ലാ വിഭാഗക്കാരും ഒരുമിച്ച് ഇരുന്നിട്ടാണ് ഞങ്ങൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ എനിക്ക് അത്ര പ്രായമൊന്നുമില്ല, ഒരു 60 വയസ്സ് കഴിഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ എന്നാൽ എൻ്റെ കുട്ടിക്കാലം ആലോചിക്കുകയാണ്. ക്ലാസ്സിൽ ഞങ്ങൾക്കൊരു ഒന്നും ഒരു വ്യത്യാസം തോന്നില്ല. ഞങ്ങളുടെ കൂട്ടുകാരായിട്ട് ഇങ്ങനെ ആ കൂട്ടുകെട്ട് ഇപ്പോഴും ഉള്ളത്. അപ്പൊ അതില് ഇപ്പൊ എന്തെങ്കിലും ഓണോ വിഷു അല്ലെങ്കിൽ മറ്റേ പെരുന്നാൾ വരുമ്പോ അങ്ങോട്ട് ഇങ്ങോട്ട് പാർച്ച കൊണ്ടുവരും, അത് കഴിക്കും. അങ്ങനെ ഒരു വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഈ എന്തുകൊണ്ടാണ് ഇപ്പൊ പലപ്പോഴും വിഷമം തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ സംസാരിക്കുന്ന രീതികളുടെ തീവ്രമായിട്ടുള്ള ഇതെന്റേതാണ്, ഞാൻ പറയുന്നതാണ് ശരി, അല്ലെങ്കിൽ ചരിത്രമായിട്ട് തന്നെ കിടക്കട്ടെ, നമുക്കതിനെ മാറ്റിമറിക്കാനൊന്നും പറ്റില്ല. ചരിത്രകാലത്തിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ അത് കഴിഞ്ഞു പോയതാണ്. വി ആർ ലീവിംഗ് ഇൻ പ്രസന്റ്.
നമുക്ക് ഭാവിയിലേക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചാൽ മതി. അത് ഞാൻ പഠിച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ചിന്തിച്ചതിന് ശേഷം വിവേകാനന്ദ സാഹിത്യം പഠിച്ചതുകൊണ്ടാണ്, ഇല്ലയെന്ന് പറയാനില്ല. അത്യാവശ്യം കമ്മ്യൂണിസം ഉണ്ടായിരുന്നു ഈ കൂട്ടത്തിൽ. പക്ഷെ എനിക്കിപ്പോൾ തോന്നുന്നത് ഇതൊന്നും വേണ്ട, ഇത് വളരെ നോർമൽ ലൈഫ് മാത്രം മതി, വളരെ ലളിതമായിട്ട് ജീവിക്കുക, മനുഷ്യനായിട്ട് കാണാം, ഒരു തീവ്രതയും വേണ്ട, ഒരു കാര്യമില്ല. അതുകൊണ്ട് അപ്പൊ ഈ കളേഴ്സിലും എൻ്റെ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പൊ ഈ ഒരാളുടെ ഞാൻ പറയാം ഐഡിയോളജി മാത്രമേ വ്യത്യാസമുള്ളൂ, മനുഷ്യൻ മാറുന്നില്ല. ഇപ്പൊ കരുണാകരനും EMS അല്ലെങ്കിൽ നായനാരോ തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ അവർ എത്ര സന്തോഷം ഉണ്ടാവും. ഇപ്പൊ വ്യത്യാസങ്ങൾ വേറെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, മുമ്പത്തെ പോലെ ഒന്നുമല്ല. അല്ലെങ്കിൽ ഇപ്പൊ മതപണ്ഡിതന്മാർ തമ്മിൽ കാണുമ്പോൾ ഉണ്ടാവുന്ന സംഭവങ്ങൾ, ഇതൊക്കെ ശരിക്കും നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയുമ്പോൾ നമ്മൾ നമ്മളിലേക്ക് തന്നെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഇതൊന്നും ഒന്നാണെന്നുള്ളൊരു ഭാവമുണ്ടോ, അത് ആ ഒന്നുള്ള ഭാവത്തിൽ മാത്രം നമ്മൾ ജീവിക്കുക എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. സാറ് പറഞ്ഞ പ്രഭാഷണത്തില് സാറ് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ സംഗതിയാണ് മോണോലിസയുടെ ചിരി എന്ന് പറഞ്ഞ സംഭവമല്ലോ. മോണോലിസയുടെ ചിരി വളരെ ഗൂഢാർത്ഥമുള്ളൊരു ചിരിയാണ്. എനിക്ക് സാറിനോട് ചോദിക്കണം എന്നുള്ളൊരു ചോദ്യം അതായിരുന്നു, ഈ മോണോലിസയുടെ ചിരി രൂപപ്പെടുത്തുന്ന ഒരു ചിത്രകാരനുണ്ട്, ആ ചിത്രകാരന്റെ ഉള്ളിൽ എന്തായിരിക്കും അയാൾ ആ സമയത്ത് ചിന്തിച്ചിരിക്കുക? ഒരു ചിത്രകാരൻ എന്ന നിലയിൽ സാറിന് എന്താ പറയാൻ കഴിയും? അതൊരു യൂണിവേഴ്സൽ സംഭവം തന്നെയാണ്, ഒരു യൂണിവേഴ്സൽ. അതായത് ആ കലാകാരൻ എന്നുള്ള നിലയ്ക്ക് അത് നമുക്ക് എന്ന് കാണുമ്പോഴും ആ ചിരി എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു മാതൃത്വം അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ വാത്സല്യം എന്നുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് തോന്നുന്നു എനിക്ക്. കഴിഞ്ഞാൽ അതിൻ്റെ വളരെ ചെറിയൊരു ചെയ്ത ഒരു മാത്രമേ ഉള്ളൂ എനിക്ക്. പക്ഷെ അതാ ഞാൻ പറഞ്ഞ ആ കലാകാരൻ എന്തുകൊണ്ട് സൃഷ്ടിച്ചു എന്നുള്ളതാണ് പ്രധാനം. അത് ആ സമയത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മോണലിസയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലെ ദുഃഖിതയായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലുള്ള ഏതെങ്കിലും ബീഭത്സ രൂപമോ എന്നുള്ളതിൽ നിലയ്ക്കല്ലല്ലോ ചെയ്തിട്ടുള്ളത്. അത് ഏത് കാലത്തും ഒരു പ്രസക്തിയുണ്ട്. അതിനെ കാണുമ്പോഴായാലും ശരി നമുക്കത് ഒരു അദ്ദേഹത്തിനെ സ്മരിക്കുക അല്ലെങ്കിൽ ആ ചിത്രത്തിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം, നമ്മൾ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളൊരിക്കലും അതിനെ തള്ളിക്കളയുന്നില്ല. അപ്പൊ ആ കലാസൃഷ്ടിയുടെ വളരെ വലിയൊരു ദൗത്യം മൂർത്തിഭാവം തന്നെയാണ് ഞാൻ പറയുന്നത്. ആ വിഷയത്തിൽ എനിക്ക് തോന്നിയ കാര്യം മൊണാലിസയുടെ ചിരി എന്ന് പറയുന്നത് പ്രത്യക്ഷമായിട്ടുള്ളൊരു ചിരിയായിട്ട് ആർട്ടിസ്റ്റ് അതിൽ കൊണ്ടുവന്നിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. അത് കാണുന്ന പ്രേക്ഷകർക്ക് വിട്ടുകൊടുത്തേക്കണമെന്ന് തോന്നുന്നു. ആ കാണുന്ന ആളുടെ മൈൻഡ് എന്താവും, നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്ന മൂഡിലാണെങ്കിൽ അയാൾക്ക് അതായിരിക്കും കിട്ടുന്നത്. അല്ലെങ്കിൽ കുറച്ച് പ്രയാസത്തിലിരിക്കുന്ന നേരത്താണെങ്കിൽ പ്രയാസത്തിൻ്റെ ഇടയിൽ നമ്മൾ ചിരിക്കുമല്ലോ, ചിരിച്ചോണ്ട് കരയുന്ന ആൾക്കാർ. അപ്പൊ അത് കാണുന്ന ഓരോ ആളുകൾക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്നും ആ ചിത്രം ജീവിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി എന്താണ് ആർക്കെങ്കിലും സാറിനോട് ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാം. അതെ, മോഡേൺ ആർട്ട് എന്ന് പറഞ്ഞ ചിത്രങ്ങളുടെ ഒരു പ്രധാന ഇതാണ്. അപ്പൊ പല ആർട്ട് ഗാലറികളൊക്കെ കുറെ സന്ദർശിച്ചിട്ടുണ്ട്. ചിത്രം വരയ്ക്കാൻ അറിയില്ല, മക്കളൊക്കെ വരയ്ക്കും, അപ്പൊ അവർക്ക് വേണ്ടി പോയിട്ടുള്ളതാണ്. അപ്പൊ അതില് ഒന്നും മനസ്സിലാകാത്ത ചിത്രങ്ങൾ കുറെ ഉണ്ട്. ചിലപ്പോ കുറെ കുത്തിവരകള് അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ കളറ് പറഞ്ഞല്ല, നിറങ്ങളുടെ കുറെ കൂട്ടങ്ങള്, അത് ചില നിറങ്ങൾ കൂടുതലായിട്ട് അങ്ങനെ പല രീതിയിലും കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താണ് മനസ്സിലാക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഞാൻ കുറെ ആർട്ട് ഗാലറികൾ ഇന്ത്യയിലും വിദേശത്തൊക്കെ കുറെ കണ്ടിട്ടുണ്ടാണ്. അപ്പൊ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ ഒരു തീം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഓരോ കളറിനൊരു തീമാണോ? അവസാനം ചോദിച്ചു തന്നെയാണ്, ഓരോ കളറിനും ഓരോ തീം ഉണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഇപ്പൊ റിയലിസം, ന്യൂ റിയലിസം, റിയലിസം ഒക്കെ പറഞ്ഞ അബ്സ്ട്രാക്ട്
സംഭവങ്ങൾ ഒരുപാട് ഈ ചിത്രകലയിലായാലും സിനിമയിലായാലും മറ്റുള്ള എഴുത്തിലായാലും ഒക്കെ ഉണ്ടത്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ചില കവിതകൾ നമുക്ക് വായിക്കാൻ മനസ്സിലാവും. എനിക്ക് ചിലപ്പോഴും വളരെ നമ്മളിപ്പോ വള്ളത്തോളിന്റെയോ വേലോപ്പള്ളിയുടെയോ അല്ലെങ്കിൽ അങ്ങനെ പി കുഞ്ഞിരാമൻ നായരുടെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള പല കുമാരനാശന്റെ നമുക്ക് വായിക്കുമ്പോഴും അതിന്റെ കൃത്യമായിട്ടുള്ള അതിന്റെ രീതികളൊക്കെ നമുക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റും. ആ സമയത്ത് ആധുനിക കവിത എന്നൊക്കെ പറഞ്ഞു വരുന്നതിനോട് ഇത് പലപ്പോഴും അത് നമ്മൾ ഉൾക്കൊള്ളാൻ പറ്റാതെ വരുന്ന ഒരു സമയം ഇതുണ്ടാകും. അത്യന്താധുനികമായ കവിതകൾ അണ്ടകടാഹം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതി, അതൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സംഭവമാണ്. അതുപോലെ തന്നെ ഈ സിനിമയായാലും ഈ നോവലുകൾ കൊണ്ടിട്ട് അതേപോലത്തെ ഇപ്പൊ ഞാൻ കെ.ആർ. മീരയുടെ നോവല് വായിച്ചിട്ട് ചില സമയത്ത് എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പക്ഷെ ഞാനതിപ്പോ ഒരു മറ്റുള്ള നേരത്തെ നമ്മുടെ ബഷീറിന്റെ ഒരു എത്ര അത് വളരെ ലളിതമായിട്ടുള്ള വലിയ കാര്യങ്ങൾ ആണ് പറയുന്നത്. അതുപോലെ തന്നെ പഴയ എഴുത്തുകാരുടെ ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അങ്ങനെ കാണാം. പിന്നെ വേറൊന്ന് സിനിമയിലിപ്പോ ഞാൻ പഠിക്കുന്ന സമയത്ത് ഗോദാർദ്, തർക്കോവിസ്കി, ബുനുവൽ, അതുപോലെ അങ്ങനെയുള്ള പല സിനിമകളും കണ്ടിട്ട് വേറെ റിയലിസ്റ്റിക് ആയിട്ടുള്ള തനതായിട്ടുള്ള കഥ പറഞ്ഞു പോകുന്ന സിനിമകളും അതും തമ്മിൽ നമുക്ക് വ്യത്യാസങ്ങൾ കാണാം. എന്ന് കഴിഞ്ഞാൽ അവരുടെ തോട്ടാണ്. എന്ന് കഴിഞ്ഞാൽ ഒരു നിലവിലെ ഇതിൽ നിന്നും ഒരുപാട് മേലോട്ട് ചിന്തിക്കുന്ന അവരുടെ സംഭവമാണ്. അത് തന്നെയാണ് ഈ എഴുത്തിലും ഇതിലൊക്കെ ഉണ്ട്. ശരി, ഇപ്പൊ നമ്മളിപ്പോ ഖുർആനിലായാലും ബൈബിളായാലും അല്ലെങ്കിൽ ഈ ഗീതയോ അല്ലെങ്കിൽ ഇപ്പൊ ഉപനിഷത്തുകളൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ അത് എഴുതിയിട്ട് അതിന്റെ ഇന്റർപ്രിട്ടേഷൻ, അതിന്റെ വാചകങ്ങൾ വായിക്കുമ്പോൾ അതിന്റെ മഹത്വം, ഓരോ വാചകത്തിന്റെയും മഹത്വം ഭീകരതയുണ്ട്. ഓരോരുത്തർക്കും ഓരോ രീതിയിൽ അത് നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും. എഴുത്തിലും വായനയിലും ഈ ഫോട്ടോഗ്രാഫി ആയാലും ശരി, ഈ ചിത്രകലയിലും എല്ലാത്തിലും ഈ പറഞ്ഞ വ്യതിയാനങ്ങൾ വരാം. പിക്കാസോ വരച്ച അല്ലെങ്കിൽ വാൻ ഗോഗ് വരയ്ക്കുന്നത് അതിന്റെ സ്ട്രോക്ക് പോലും, ഒരു ബ്രഷിന്റെ സ്ട്രോക്ക് പോലും വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അദ്ദേഹത്തിന്റെ ചിലപ്പോൾ അയാൾ ഒരു ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു വാൻ ഗോഗ് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ അത് റിഫ്ലക്ട് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഈ ചിത്രങ്ങളിലൂടെ തന്നെയാണ്. ഇവ മോഡേൺ ആർട്ടില് ഇതേപോലെ തന്നെ മോഡേൺ ആർട്ടില് ഈ ചില സമയത്ത് നമ്മുടെ സ്വപ്നങ്ങൾ മറ്റേ വേറെ തലത്തിൽ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ആ സമയത്ത് ഉണ്ടാവുന്ന ചില ചിന്തകൾ അല്ലെങ്കിൽ അതിന്റെ ചില രൂപങ്ങളുടെ ഒരു പ്രതിബിംബമായിരിക്കാം ചിലപ്പോൾ ഇയാൾ വരച്ചുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും അത് അയാൾക്ക് തന്നെ അറിയുള്ളൂ. അത് അയാളുടെ സൃഷ്ടി, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കൂടി അയാൾക്ക് കഴിയണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മറ്റുള്ളവർക്കും കൂടി ഇത് വരയ്ക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല, അത് മറ്റുള്ളവർക്കും കൂടി മനസ്സിലാക്കാനുള്ള രീതിയും കൂടി ആകണം എന്നുള്ളത്. ഇതാണ് മൂർത്തം എന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്ന വർക്കാണ്. അതിനോട് എനിക്ക് യോജിക്കാനും പറ്റാറില്ല സത്യം പറഞ്ഞു. ഇനി ആരെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ആരെങ്കിലും ഉണ്ടാവും. അപ്പൊ നമ്മള് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് റഹീമിലേക്ക് വരേണ്ടതുണ്ട്. ഇപ്പോ സാറ് പറഞ്ഞു ഈ ചിത്രകല എന്ന് പറഞ്ഞാൽ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാവുന്ന ഒരു മേഖലയാണ്. പല തരമുണ്ട് അതിൽ. നേരത്തെ പറഞ്ഞതുപോലെ സാറ് പറഞ്ഞ പോലെ ഖുർആൻ എഴുത്ത് എന്ന് പറയുന്ന കാലിഗ്രാഫി എന്ന് പറയുന്ന ചിത്രകലയുടെ ഒരു ഭാഗം തന്നെയാണ് ഖുർആൻ കൊണ്ടുള്ള ചിത്രം. അതുപോലെ തന്നെ പ്രതിരോധത്തിന്റെ എഴുത്ത്. ഞാൻ നമ്മൾക്കൊക്കെ അറിയാവുന്നതാണ് ഗസയില് ഇസ്രായേൽ കെട്ടിയിട്ടുള്ള വലിയ മതില്. ആ മതിലിനെ ഗസക്കാർ ഉപയോഗിച്ചത് അവർ ചിത്രം വരയ്ക്കാനാണ്. ചിത്രം വരച്ചുകൊണ്ടുള്ള പ്രതിരോധത്തിനാണ് അവർ ഉപയോഗിച്ചത്. അങ്ങനെ ചിത്രകലയ്ക്ക് ഒരുപാട് പ്രതിരോധ സാധ്യതകളുള്ള ചുമരെഴുത്ത് തന്നെ ഒരു ചിത്രകലയുടെ ഒരു ഭാഗം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ശാഖ തന്നെയാക്കി മാറ്റാവുന്ന ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാവുന്ന മേഖലകളുള്ള ഒരു വലിയ വിഷയത്തെ നമ്മൾ ഒരു അരമണിക്കൂറിൽ അല്ലെങ്കിൽ ഒരു മണിക്കൂറിലൊക്കെ ചുരുക്കാന്ന് പറയാൻ ആ വിഷയത്തോടെ ഒരു അനീതിയാണ്. പക്ഷെ എന്നാൽ നമ്മൾ തുടക്കം കുറിച്ചു, ഇത്തരം സംഗതികൾ നമ്മൾ ചർച്ചയിലേക്ക് വന്നു എന്ന് മാത്രം. അപ്പോൾ ഇനി റെയിംസാണ് ഇത് അവസാനിപ്പിക്കുന്നത്. റെയിംസിനെ കുറിച്ച് നമുക്കറിയാം, അദ്ദേഹം ഒരു സിനിമാട്ടോഗ്രാഫറാണ്,
ഒരു കലാകാരനാണ്, ഒരു ചിത്രകാരനാണ്, നടനാണ്, സർവോപരി കൊടുങ്ങല്ലൂർ ചാപ്റ്ററിന്റെ പ്രസിഡന്റാണ്. കഴിഞ്ഞ കാലയളവിൽ തനിമ കലാസാഹിത്യവേദി തൃശ്ശൂർ ജില്ലയുടെ ചിത്രകലാ വിഭാഗം സെക്രട്ടറി കൂടിയാണ്. അന്ന് ഗംഭീരമായിട്ടുള്ള കോവിഡ് കാലത്ത് ഗംഭീരമായിട്ടുള്ള ഒരു പ്രോഗ്രാം നടത്തി വിജയിപ്പിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ സാദരം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് പറഞ്ഞപ്പോൾ എന്നിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ഓക്കെ അൽഹംദുലില്ലാ. പക്ഷെ സംസാരത്തിന്റെ കാര്യത്തിൽ ഇത്തിരി ബാക്കാണ്. എന്നിരുന്നാലും തനിമ തൃശ്ശൂർ ജില്ല ഇന്ന് ഇവിടെ ഹൃദയബന്ധങ്ങളുടെ ഒരു കൂടിച്ചേരലാണ് നമ്മൾ എന്നോട് ഒരുക്കിയിട്ടുള്ളത്. അതില് നിറങ്ങളുടെ രാഷ്ട്രീയം എന്ന ഈ സെഷൻ അത് കൈകാര്യം ചെയ്യാൻ വന്ന നമ്മുടെ നന്ദകുമാർ സാറ് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് നിറങ്ങളുടെ എക്സ്പീരിയൻസ് ചാലിച്ചുകൊണ്ട് നിർത്തിയത് എനിക്ക് തോന്നിയത് അടുത്ത സെഷൻ സിനിമയുടെ അരങ്ങും അപ്രവാളികളും എന്നുള്ള ആ ഒരു സെഷൻ തുടങ്ങി വെച്ചതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. അത്ര നല്ലൊരു കലാകാരനെ തന്നെ നമുക്ക് ഈ സെഷൻ കൈകാര്യം ചെയ്യാൻ കിട്ടിയത്. നിറങ്ങളുടെ രാഷ്ട്രീയം എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഒരു കാര്യം, ഈ നിറങ്ങൾ കൊണ്ട് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന കൂട്ടര് ഗ്രാഫിക് ഡിസൈനേഴ്സ് ആയിട്ടുള്ളൂ. പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു ഗ്രാഫിക് ഡിസൈനറാണ്, 20 കൊല്ലത്തോളമായി. ഒരു രാഷ്ട്രീയ പോസ്റ്റർ പോലും ഇന്ന് വരയ്ക്കും ഞാൻ തൃപ്തിപ്പെട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഒരു കലാകാരന്റെ അല്ലെങ്കിൽ ഒരു ക്രിയേറ്ററെ ഇഷ്ടപ്രകാരം പൂർണ്ണമായി ഇഷ്ടപ്പെട്ട് ചെയ്തിട്ടില്ലാത്ത ഒരൊറ്റ സംഭവം രാഷ്ട്രീയ പോസ്റ്റർ ആയിക്കോളും അല്ലെങ്കിൽ രാഷ്ട്രീയ ബാനർ ആയിക്കോളും. കാരണം ഓരോ രാഷ്ട്രീയത്തിനും അവരുടേതായ കളറുകളും നിറങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെ ചേർത്ത് പിടിച്ച് പരമാവധി നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അവരുടെ മൈൻഡിലേക്ക് തന്നെ അത് മാറ്റി വെക്കും. അപ്പോൾ കലാകാരന്റെ മൈൻഡിൽ നിന്ന് ആ സൃഷ്ടി ഔട്ടാവും. ആ ഒരു കാര്യമാണ് നിറങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ നെഗറ്റീവ് വശമായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ നിറം എന്ന് പറഞ്ഞാൽ കലാകാരൻ ആണ് നമ്മളിൽ ഓടിയെത്തുന്നത്. ഒരു കലാകാരനെ സംബന്ധിച്ച് വലിയൊരു വിപ്ലവകാരിയേക്കാളും ചില സമയങ്ങളിൽ വിപ്ലവം സൃഷ്ടിക്കാൻ കഴിയാറില്ല. ഒരു വര മാത്രം മതിയാവും. അങ്ങനെ നമ്മൾ കണ്ടതിൽ ഏറ്റവും വലിയൊരു വിപ്ലവമായിരുന്നു നമ്മളെ ന്യൂസിലാൻഡിലൊരു അറ്റാക്കിങ്, പള്ളിയിൽ 49 പേരോളം കൊല്ലപ്പെട്ട അറ്റാക്കിങ്. ഏറ്റവും സമാധാനം ഉള്ളൊരു രാഷ്ട്രമാണ് ന്യൂസിലാൻഡ്. അവിടെ ഒരു ഓസ്ട്രേലിയൻ പൗരൻ വന്ന് നമ്മളെ തൊട്ടടുത്തുള്ള ഒരു സഹോദരി അടക്കം 49 പേരെ ഇല്ലായ്മ ചെയ്തപ്പോൾ അവിടുത്തെ ആ നല്ലൊരു ഹൃദയമുള്ളൊരു കലാകാരൻ ചെയ്തൊരു കാര്യം, അവരുടെ പതാകയിലുള്ള അവരെ കിവിയുടെ തൂവലാണെന്ന് തോന്നുന്ന അവരയക്കാൻ അത് ആ കൊല ചെയ്യപ്പെട്ട ആളുകളുടെ അവൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമസ്കാരത്തിന്റെ ഒരു സിമ്പലാക്കി മാറ്റിക്കൊണ്ട് അദ്ദേഹം അത് അവരുടെ പതാകയുടെ രീതിയിൽ ആ സാധനം വരച്ച് അത് ന്യൂസിലാൻഡ് ക്രിക്കറ്റ് ക്യാപ്റ്റൻ വില്യംസൺ അത് ഷെയർ ചെയ്യുകയും കൂടി ചെയ്തപ്പോൾ നമ്മളുടെ ലോകത്തുള്ള ഓരോ മുസ്ലിങ്ങളുടെ വേദനിച്ച ഹൃദയങ്ങൾക്കും അതൊരു തലോടലാണ്, ചേർത്ത് പിടിക്കലാണ്. അതൊക്കെയാണ് ഒരു കലാകാരന്റെ രാഷ്ട്രീയം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു കലാകാരക്ക് എപ്പോഴും മറ്റുള്ളവരെ ആസ്വാദനത്തിലേക്ക് എത്തിക്കുന്നതിനേക്കാളും ഉപരി അവനിക്ക് വിപ്ലവകാരി കൂടെ ആവാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥ കലാകാരൻ ജനിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ കലയിലും പരമാവധി ഞാനത് കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്, നമ്മളെ പരിമിതികളിൽ നിന്നുകൊണ്ടാണെങ്കിലും. എന്തായാലും നമ്മൾ അധികം നീട്ടിക്കൊണ്ടു പോകുന്നില്ല, അതിൻ്റെ സമയം ഒരുപാട് നീണ്ടുപോയിട്ടുണ്ട്. നമ്മളുടെ ഈ നിറങ്ങളുടെ രാഷ്ട്രീയം എന്ന ഈ സെഷൻ കൈകാര്യം ചെയ്യാൻ നമുക്ക് വലിയ ഭാഗ്യം ലഭിച്ചുകൊണ്ട് ഇവിടെ എത്തിയ നന്ദകുമാർ തോട്ടത്തിൽ സാറിന് ഹൃദയത്തിൽ നിന്ന് നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. സിനിമകളായാലും
ഉണ്ടാവും, തീർച്ചയായിട്ടും. ഇപ്പൊ ഞാൻ ഓപ്പറായിട്ട് തന്നെ പറയും, ഇപ്പൊ കഞ്ചാവ് വലിക്കുന്ന ആളുകൾക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മളെ നോർമലായിട്ടുള്ള ബുദ്ധി അപ്പുറത്ത് വേറൊരു ലെവലിലേക്ക് പോകും. നമുക്ക് പറഞ്ഞപ്പോ കോൺഷ്യസ് മൈൻഡും ഉണ്ട്, അൺകോൺഷ്യസ് മൈൻഡും ഉണ്ട് അല്ലെ, ബോധാവസ്ഥയുണ്ട്, അബോധാവസ്ഥയുണ്ട്. അപ്പൊ ആ നോർമൽ അവസ്ഥയിൽ നിന്ന് മാറുമ്പോ ഈ തലച്ചോറിലുണ്ടാകുന്ന വ്യതിയാനങ്ങളുണ്ടാവും. നമ്മുടെ ചിന്തകൾക്കും അത് മാറ്റം വന്നിട്ട് അപ്പുണ്ടാകുന്ന തോട്ടോ കാര്യങ്ങളോ അതൊക്കെ ആയിരിക്കും ഡിസ്ക്രിബിൾ ചെയ്തിട്ട് ഇങ്ങനെ ഈ എവിടെയെങ്കിലൊക്കെ കുത്തിക്കുറിച്ചിടും. അങ്ങനെ ചില കലാകാരന്മാരുണ്ട്. അത് ഒരിക്കലും പാടില്ലാത്തതാണ്. അത് ഇപ്പൊ സിനിമയായിട്ടും വരുന്നുണ്ട്. അതിനെ നമ്മളെ പ്രതിരോധിക്കണം. അത് അത്തരം സിനിമകളൊക്കെ വേണ്ട. എന്തിനു കാണാൻ പോണം? അതിനെ നമ്മൾ ഒരിക്കലും നമ്മൾ പ്രചോദനം കൊടുക്കേണ്ട ഒരു കാര്യമില്ല. അല്ലാത്തുള്ള കലകൾ തന്നെ മതി. ലഹരിയിൽ നിന്ന് വരുന്ന കലകളോട് കല എന്ന് പറയാൻ ഞാൻ തയ്യാറല്ല. എൻ്റെ അച്ഛൻ അങ്ങനെ, അതുകൊണ്ടാണ് ഞാൻ പറയാം, ബീഡി വലിക്കുന്നത് വ്യത്യാസമുണ്ട് കേട്ടോ. ഇങ്ങനെ ബീഡി വലിക്കുന്നത് ഒരു സാധാരണക്കാരൻ ബീഡി വലിക്കുന്ന രീതിയിൽ ഇപ്പൊ ഒരു ചെറിയ ഒരു കല ഇപ്പൊ വരയ്ക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു ബീഡി വലിക്കുക, അത് ഇപ്പൊ കഞ്ചാവല്ല പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇപ്പൊ ഈ മദ്യത്തിനായാലും ശരി, ഇപ്പൊ പുതിയ MDMA പോലുള്ള സംഭവങ്ങളും അതിന്റെ മറ്റുള്ള മയക്കുമരുന്നുകൾ അതിനോടൊക്കെ അത് ആ രീതിയിലുള്ള കലയൊന്നുമല്ല. അതിന് ഒരു എന്താ പറയാ, ഇപ്പൊ അയ്യൂബക്കാരോട് ചോദിക്കണം, അത് അയ്യൂബക്കെന്ന് ഇപ്പൊ അത്ര ആ ഒരു കാലഘട്ടത്തില് ഇത്തരം എനിക്ക് തോന്നിട്ടില്ല അങ്ങനത്തെ നല്ല അല്ലെ ഒരു ഇപ്പോ ഈ സിനിമയായാലും ശരി ചിത്രകലയായാലും ഉണ്ടാവും, ഇല്ലാന്ന് പറയണില്ല. അതിന്റെ ഒരു പുനരാവിഷ്കരണമാണ് നമ്മൾ കാണുന്നത്. നമ്മൾ അടിച്ചേൽപ്പിക്കുന്ന രീതിയിലായി പോരുത്. ഈ മദ്യം അല്ലെങ്കിൽ മറ്റുള്ള ആ രീതിയിൽ വരയ്ക്കുന്ന സംഭവങ്ങൾ ഇത് നിങ്ങൾ കണ്ടോണ്ട് ഇത് എന്റെ കലയാണ് എന്ന് പറയുന്നതിനോട് എനിക്കറിയില്ല. ഇപ്പൊ എക്സാമ്പിൾ ഞാൻ ഒരു ഇതായിട്ട് പറയില്ല, അപ്പൊ വേടനെ പറ്റിയിട്ട് വലിയ തല പൊക്കി വെച്ചിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. അയാള് ഇപ്പൊ പാടുന്നതും സംഭവങ്ങളും ഒക്കെ ചിലപ്പോ അയാളുടെ ജീവിത സാഹചര്യം അങ്ങനെയൊക്കെ വന്ന് ഒരു ഇതിലേക്ക് അയാളുടെ ഇത് റിഫ്ലക്ട് ചെയ്യുന്നതായിരിക്കാം. പക്ഷെ അയാള് എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ ലഹരിക്ക് അടിമയായിട്ടുള്ള രീതിയിലുള്ള, ഞാൻ ആരെങ്കിലും എന്നെ ചീത്ത പറയാനും കുഴപ്പമില്ല, ഞാൻ പറയും. അപ്പൊ അതാണ് ഇത്ര വലിയ മഹത്വവൽക്കരിച്ചിട്ട് കൊണ്ട് നടക്കുന്നതിനോടൊന്നും നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ വലിയ വലിയ അത്യന്താധുനികം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നതിനോടൊക്കെ എന്താണ്, അതുപോലെ തന്നെ അരാജകത്വത്തിലേക്കുള്ള വഴി, അരാജകത്വത്തിൽ നിന്നൊക്കെ മാറാനാണ് നമ്മൾ ഈ പറഞ്ഞ ഈ വേ ഓഫ് ലൈഫ് പോലെ ഈ റിലീജിയൻസ് ഉണ്ടായത്. അപ്പൊ നമ്മളൊരു ആ ഒരു ഇതില് ജീവിക്കുക. അതിപ്പോ മറ്റുള്ളവരോടൊന്നും നമുക്ക് യാതൊരു താല്പര്യമില്ല.